നല്ല പരാപരം മഴ കേട്ടോ. ഇത് പ്രതീക്ഷിച്ചില്ല. വാവക്കുട്ടീനെ കൊണ്ട് ബൈക്കിൽ വരുമ്പോഴേ എങ്ങടാ മഴയത്താ ഇവിടെ വന്നാ ഒരു കയറിക്കാം കേറി നിക്കടി ഉണ്ട പക്രോ. ആക്കെ അടി കെട്ടിണ്ടിടുന്ന്. അടി കെട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലത്തെ സ്ഥിരം അംഗം തന്നെ കുട്ടീനെ ഒരുക്കല്, തീറ്റിക്കല്, ഡ്രസ്സ് ഇടിപ്പിക്കല്, പറഞ്ഞയക്കല്. രാവിലത്തെ അംഗങ്ങൾ കുറേ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ ഒന്ന് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവിയൽ ഉണ്ടാക്കിയിരുന്നല്ലോ. ആ അവിയൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ട് അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഉച്ചയ്ക്ക് കൂട്ടി കഴിക്കണം. ഇന്ന് വെഴുകൂട്ടോ, ഇന്ന് വെയിലില്ല. ഇന്ന് വാവക്കുട്ടിക്ക് ചീത്ത കേക്കാട്ടാ. നേരെ വൈകിട്ട് ഇറങ്ങിയ പിന്നെ എന്താ ചെയ്യാ? ചീത്ത പറയില്ലെന്ന് കരുതുക. പറഞ്ഞാ നമുക്ക് നാളെ നേരത്തെ പോണം. ഓക്കെ ആണോ? ഒരു ഐഫൈ എന്നാ വെറുതെ രസത്തിന് മതി പോണ സമയത്തുള്ള സ്നേഹമൊക്കെ നേരല്ല. ஆதி வண்டி இருக்கு நேரம் பாப்பா டாட்டா. அப்படி ஒரு பெரிய யுத்தத்துக்கு அப்புறம் கிளம்பிட்டாங்க ஸ்கூலுக்கு. டாட்டா டாட்டா. அப்பா பெரிய போர்க்களம் தான் ஸ்கூலுக்கு அனுப்பு. டாட்டா பேபி വിനയാ. അതിനോട് ചെന്നപ്പോ തന്നെ അസംബ്ലി തുടങ്ങി. അസംബ്ലിയുടെ ഇടയ്ക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതിന് നിങ്ങളൊന്ന് നേരത്തെ കഴിപ്പിക്കാൻ ഉത്സാഹിക്കൊണ്ടുണ്ടോ, അല്ലെങ്കിൽ സംഭവം നടക്കൂല. ദോശ കഴിച്ചോ? കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്തെ? നീ കേട്ടല്ലോ, എവിടെ ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടില്ലേ? കാപ്പിന് ചൂടാക്കട്ടെ. ഇവരുടെ രാവിലത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ആസ്പത്രി കിടക്കാൻ എത്ര ആഗ്രഹം? എനിക്ക് വലിയ നല്ല ആഗ്രഹമുണ്ട്. ഒന്നും അറിയണ്ടല്ലോ, അവിടെ പറഞ്ഞാൽ മതിയല്ലോ. ഇന്നലെ എന്താ പറഞ്ഞ? ഞങ്ങളെ ആസ്പത്രി കയറ്റണമെന്ന്. ആരെന്നെ കയറ്റണം? ഞങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കിടക്കുവോ? വയ്യണ്ടായി ഞങ്ങളും കൂടി കയറണ്ടേ. അപ്പൊ 1:40 കഴിച്ചൂടെ? കഴിക്കാലോ. അതിന്റെ എന്താ ഫോണ് ഞെക്കി കുത്തിയിരിക്കുന്നേ? വിളമ്പിട്ടുണ്ടല്ലോ, ഞാനല്ലേ വിളമ്പിയത്. അപ്പൊ നമുക്കിന്ന് ചോറുണ്ട്, അമ്മുവിന്റെ സ്പെഷ്യൽ അവിയലുണ്ട്. വാവ്, കളറ് നോക്കി. കളറ് പാര്, എന്നെ അളക് പാര്. അവിയലില് വരെ റൊമാൻസ് ഇല്ലേ. അപ്പുറം രസം, പിന്നെ അച്ചാറ്, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് കുറെ ഏത്ത സാധനം സ്രാവ് വറുത്ത് വെച്ചിരിക്കുന്നുണ്ട്. പൊളി പൊളി പൊളി. എന്താ കണ്ണിങ്ങനെ ചോന്നിട്ട്? കുറച്ച് 2 ദിവസമായിട്ടുണ്ട്. അങ്ങനെ ഇല്ലല്ലോ, ഇന്നലത്തെ ഉണ്ടായിരുന്നില്ല. അറിയില്ല, ഇന്ന് രാവിലെ തൊട്ട് ഒരു ഇറിറ്റേഷൻ, എന്താണെന്ന് അറിയില്ല. എന്താ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പോയേക്കാം. എന്നാ കഴിക്കാം. ഇന്ന് വൈകുന്നേരം വരുമ്പോ കുട്ടിയുടെ ഈ ചോറ് കൊണ്ടുപോണ ബാഗ് ഉണ്ടല്ലോ, ആ സാധനം കീറി പൊളിച്ചിരുന്നു. കീറി പൊളി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിബ് നാശമായിരുന്നു. അപ്പൊ സിബ് നേരെയാക്കാൻ ഞാൻ പോകും, കുറച്ച് നേരം വരും. രണ്ടാമത്തെ കാര്യം, സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അരി സാമാനങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ അതിന് നേരം വഴുകും. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോ തന്നെ വിളിച്ചിട്ട് ഇതാക്കാൻ നിൽക്കരുത്. അപ്പൊ നേരെ വഴുകുന്നാണ് പറയണേ, മനസ്സിലായോ? ഇങ്ങനത്തെ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടേ? നിങ്ങൾക്ക് രസം ഇഷ്ടല്ലേ? എന്നാ പിന്നെ എന്താ നിങ്ങളെന്താ പച്ചമുളകൊക്കെ ഉടയ്ക്കാൻ പോവാ? എന്താ കയ്യില്? പച്ചമുളക് ഉടച്ചിട്ട് പുളിയും കൂട്ടി കഴിക്കുകയല്ലേ നിങ്ങൾ? ഈ പച്ചമുളക്, ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളി, എണ്ണ, ഉപ്പ്, ഇതൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള സാധനം ചോറിലേക്ക് കഴിച്ചിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും. അതിനുള്ള പരിപാടി ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കണത്. ഈ കൊരയും വെച്ചിട്ടാണ് രാവിലെ കിച്ചണിൽ കിടന്ന് വേർത്ത് കുളിച്ച് കണ്ണൊക്കെ ചോന്നു പോയിട്ടുണ്ട്. എങ്ങനെ ഇതൊക്കെ സഹിച്ചുകൊണ്ട് രാവിലെ കിച്ചണിൽ കയറി പണിയെടുക്കുന്ന കുട്ടി പറയൂ. ശരിയാണല്ലോ, അറിയണല്ലോ. അതുകൊണ്ട് ഞാൻ പണിയെടുക്കണായിരിക്കും. എനിക്ക് ഹെൽപ്പ് ആയില്ലേ? പണ്ട് എന്തെങ്കിലും കൂട്ടാൻ വെച്ചിരുന്നു, എന്തെങ്കിലും അല്ല, ഒരു സാമ്പാർ. പക്ഷെ വെക്കുന്ന സാമ്പാർ സൂപ്പർ സാമ്പാറായിരുന്നു. അതെങ്കിലും വെച്ചെന്നൂടെ, എന്നാ എനിക്ക് ഉപകാരമായില്ലേ? ആ വേർപ്പ് പട്ടാല് ചുമ അധികമുണ്ട്, തണുപ്പ് അധികമായാലും ചുമ. ഇപ്പൊ ഈ തുടങ്ങിയതാണ്, ഇപ്പൊ ഈയിടെയായിട്ട്. ശരിയാക്കും. ശരിയാക്കി തരും കേട്ടോ. ഓക്കെ,
അല്ലെന്ന സിബ് അറിയാത്ത എന്തിനറിയോ സിബ് കൈ പിടിക്കാൻ കിട്ടണില്ല കൈ പിടിച്ചാലേ അത് ഓടും മതി കൈ പിടിക്കാൻ കിട്ടാൻ ഓടാത്ത ശരിയായിട്ടോ തലയിൽ കൈ വെച്ചാൽ കൈമൂലയാവും തലയിലാവൂല വെള്ളോ ആ നല്ല പെരാപരം മഴ കേട്ടോ. ഇത് പ്രതീക്ഷിച്ചില്ല. വാഴക്കുട്ടീനെ കൊണ്ട് ബൈക്കിൽ വരുമ്പോഴേ എങ്ങടാ മഴയത്താ ഇവിടെ വന്നാ ഇവിടെ കയറിക്കാം ഇവിടെ കയറിക്കാം. മഴ കൊള്ളാൻ പോയി നിൽക്കണ അത്ര പനി പിടിക്കൂലേ ചെത്തുമണിയെ? മഴയത്ത് നിന്നാ പനി പിടിക്കൂലേ? നല്ല സുഖമുണ്ടല്ലോ അത്ര സുഖം വേണ്ട, അത്രക്ക് സുഖം വേണ്ട. നല്ല മഴ. ഇവിടെ വന്നാ കേറി നിക്കടി ഉണ്ട പക്രോ. ആക്കെ അടി കെട്ടിണ്ടിടുന്ന്. അടി കെട്ടോ. சிக்னல் முன்னாடி இல்லை சிக்னல் பிரிட்ஜுக்கு முன்னாடி இல்லை കുറച്ച് കഴിയുമ്പോഴേക്കും റെഡിയാവും. ஆமாம் இல்லை அந்த அஞ்சே முக்கால் ஆகுது கைஸ். டைம் 5:45. இப்பதான் வராங்க பாருங்க. பேபி ஹெல்மெட்டோட வராங்க. മാവൻ നനഞ്ഞില്ലല്ലോ. മാവന്റെ തലയിൽ ഹെൽമെറ്റ് വെച്ചോണ്ട് നനഞ്ഞില്ല കേട്ടോ. ഞങ്ങള് ഹെൽമെറ്റും വെച്ചിട്ടാ പോകുന്നത്. അറിയാ, ഹെൽമെറ്റ് വെച്ചിട്ട്. കറണ്ട് മൊത്തം പോയില്ലേ? UPS ഓടണത് അല്ലേ? ഇൻവെർട്ടറിലാണ് ഓടണത്. നോക്കിയിരുന്നു ഗംഭീര മഴ. 1 മണിക്കൂർ ഞങ്ങള് കടയിൽ കയറിയിരുന്നു. ഒരു മൊബൈൽ കടയിൽ അമ്മൂന്റെ ആ ഡിസ്പ്ലേ നേരാക്കിയില്ലേ, ആ കടയിലാണ് ഞങ്ങൾ കയറി നിന്ന്. അയാൾ അവിടെ കസാരൊക്കെ ഇട്ടെന്ന് ഞങ്ങൾ അവിടെ ഒക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് പോരാൻ നേരത്തെ ഈ മുതൽ ഉറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു ബജ്ജി വാങ്ങി കൊടുത്തതിന്. ബജ്ജി കഴിച്ചു കഴിഞ്ഞപ്പോൾ എനർജി വന്നപ്പോൾ ഉറക്കം പോയപ്പോൾ ആക്റ്റീവായി. എന്നിട്ട് അങ്ങോട്ട് എത്തിയത്. ഇത് ഉറങ്ങും കൂടി ചെയ്താത്ത അവസ്ഥ എന്താ? ഹെൽമെറ്റും വെച്ചിട്ട് എനിക്ക് ഒരു പിടി കിട്ടില്ലേ. ഇതിന്റെ തലയിൽ ഹെൽമെറ്റ് വെച്ച് കൊടുത്തു. ഞാൻ മൊത്തം നനഞ്ഞു. അങ്ങനെ ഒരു കണക്കിന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞു മഴ നിന്നിട്ടില്ല, ഇടിമിന്നലും ഉണ്ട്. നാളെ 10 മണി വരെ മഴ കേട്ടോ. എന്തിനു നാളെ 10 മണി വരെ മഴ? വിട്ട് വരുമെന്ന് ഇതിൽ യൂട്യൂബിൽ കണ്ടതാണ്. മറ്റേ സാധനം ഉണ്ടോ? ചുഴലിക്കാറ്റ് എന്തെങ്കിലും? അങ്ങനെയൊന്നും പറയില്ല, മിതമായ മഴ തന്നെയാണ്. ഇതല്ല എന്നാലും വിട്ട് ടിവിയില് പറഞ്ഞേ മഴണ്ടെന്നേ. അപ്പടിയാ? ആ ഇന്നലെ TV പറഞ്ഞു. ഞാൻ എത്രയല്ലേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചില്ല. ഇന്ന് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ എന്താ കാര്യം നോക്കിയപ്പോ മുതലിന് നാളെ സ്കൂളുണ്ടോ? ഇല്ലെങ്കിൽ മെസ്സേജ് വരും. അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ വൈകുന്നേരം സമയത്ത് പെയ്യുന്ന മഴയായിരിക്കും. എന്തായാലും മഴയാണെങ്കിൽ പോകണ്ടോട്ടോ, ബുദ്ധിമുട്ടാവും. ഞാൻ എന്ത് ചെയ്യാനാ? വാകുട്ടി നാളെ മഴ ഉണ്ടെങ്കിൽ പോണ്ടെന്നാ പറയണത് അമ്മ. അല്ല അത്രയ്ക്ക് മഴ ഇല്ല, ഉണ്ടാവൂല. നോക്കാം, നാളത്തെ സ്ഥിതി നോക്കിയിട്ട് അനുസരിച്ച് നോക്കാം കേട്ടോ. ഹാപ്പി ആയില്ലേ? ബാഗ് എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? വാഷിംഗ് മെഷീനിൽ ഇടണം, ഒന്ന് അലക്കണം. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നേരെ നമ്മള് ഇതില് AC റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഉണക്കുക. അതേ നടക്കുള്ളൂ. അത്രയ്ക്ക് ഇതായോ? 6 മണി ആവാറായി. ഇവിടെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട്. ഇത് അമ്മൂനുള്ളത്, അമ്മയ്ക്കുള്ളത് കൊടുത്തു. ഇനിയിപ്പോ എനിക്കുള്ളത്. എന്താണ് വാവയോ? എന്താ വാവ വീണായിരുന്നോ? അതിന് മുകളിൽ മഴ പെയ്തതാണ്. വെള്ളമൊക്കെ ലീക്കായി കിടക്കുന്നുണ്ടാവും, ശ്രദ്ധിക്കണം. കോണി സ്റ്റെപ്പാണ്, വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ 9 മണിയാണ് നേരം. ഈ നേരത്തെ അമ്മൂന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദോശ ഉണ്ടാക്കാനായിട്ട് പോന്നിരിക്കുകയാണ് രാത്രി. ഒരു ചെറുപയർ ദോശ, ഒരു നോർമൽ ദോശ, അതാണ് പ്ലാന്. ബാബുകുട്ടിക്ക് ദോശ വേണോ? എത്ര വേണം? 100 ദോശ തിന്നുവോ? ജാരി ഗണപതിയോ അതോ കുംഭകർണനോ? 2 ദോശ തീറ്റിപ്പിക്കാനേ പറഞ്ഞ പാട് നമുക്കറിയാം. എത്ര വേണം? ഒരു 3-4 4
അവർക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എൻ്റെ ഡിന്നർ പിന്നെ 5:30-6 മണിയായപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന ഏകദേശം ആ സമയത്ത് തന്നെ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. ഇവർക്ക് രണ്ടാമത് വിശക്കുണ്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് പരിപാടി കഴിഞ്ഞു. നേരെ കമ്പ്യൂട്ടർ റൂമിലെത്തി. ഇനി ഇന്നത്തെ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.